പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, സാറേ നമ്മൾ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ നല്ലതുപോലെ ജീവിച്ചുകൊണ്ട് വന്നതാണ്. നമ്മൾ ചെറിയൊരു വീട്ടിലേക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വീട് മാറിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു എനർജി നിങ്ങളെ ബാധിക്കും. വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മളുടെ വീടിൻ്റെ സൗഭാഗ്യം അത് നമുക്ക് കിട്ടും. അത് മോശമാണെങ്കിൽ മോശം കിട്ടും, നല്ലതാണെങ്കിൽ നല്ലത് കിട്ടും. ഇപ്പം നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട് വാസ്തുപ്രകാരം കറക്റ്റായിട്ടുള്ളൊരു വീടായിരുന്നു. അത് പക്ഷെ ഒരു ചെറിയ വീടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ സ്ഥല സൗകര്യങ്ങളും അവിടുത്തെ സ്ഥല പരിമിതികളും പോരാതെ വന്നപ്പോൾ നിങ്ങൾ വലിയൊരു വീട്ടിലേക്ക് മാറി. അത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ മാറിയതാണ്. പക്ഷേ നിങ്ങൾ പുതുതായിട്ട് മാറിയ വീട്ടിൽ വാസ്തുപരമായിട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളുടെ തൊഴിൽ തടസ്സത്തിനായാലും സാമ്പത്തിക പ്രശ്നത്തിനായാലും കാരണം. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഒരു വീട് മാറിയാലും നല്ലൊരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ആ വീടിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സൗഭാഗ്യങ്ങളും അതിൻ്റെ ദൗർഭാഗ്യങ്ങളും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ വീട് മാറുക. അതേപോലെ തന്നെ നിങ്ങളൊരു വീട് വെച്ചാലും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു വാടക കെട്ടിടത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ആണെങ്കിലും ഫെങ്ഷു പ്രകാരം നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അത് നമുക്ക് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താമെന്ന് നോക്കാം. തെക്ക് കിഴക്ക് നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വെക്കാം തെക്ക് കിഴക്ക് ഭാഗത്ത്. അതേപോലെ തന്നെ വടക്ക് വശത്ത് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവാനും നമുക്ക് വടക്ക് ഭാഗത്തും അരോന മത്സ്യത്തെ വെക്കാം. നമുക്ക് പേര്, പ്രശസ്തി, വിജയം ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രീഹരിനമ്പലയുടെ തെക്ക് വശത്ത് നമുക്കൊരു വിക്ടറി ഹോഴ്സിനെ വെക്കാവുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രീഹരിനമ്പലയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് പഗോഡ ടവർ വെക്കാം. ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.